കണ്ട ഞാൻ ഡോർ തുറക്കുമ്പോഴത്തേക്കും ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ആവും. പനോരമിക്സ് അൺറൂഫ് വരുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടോ എല്ലാം 0 to 100 ആകാനായിട്ട് 6.7 സെക്കൻഡ്സ് മാത്രമേ ആകുന്നുള്ളൂ. ഞാൻ നന്നായിട്ടൊന്ന് കാല് കൊടുത്ത് നോക്കിയായിരുന്നു. നമ്മളുടെ റിവർ ഗ്രീൻ റിസോർട്ടിൻ്റെ ഓണർ ആയിട്ടുള്ള അതുൽ ചേട്ടനാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുൽ ചേട്ടൻ്റെ വണ്ടിയാണ് ഇതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അതുൽ ചേട്ടാ, അതുൽ ചേട്ടൻ എന്ന് വിളിക്കാൻ പറ്റില്ല, നമ്മളിവിടെ അമ്പൂസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അമ്പൂസ് ചേട്ടാന്ന് വിളിക്കുക. അപ്പോൾ അമ്പൂസ് ചേട്ടാ, നമ്മൾ ഈ വണ്ടി എടുക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം പറ. ഇത് നമ്മുടെ AR റഹ്മാൻ ചെയ്തിരിക്കുന്നതാണല്ലോ, അത് നോക്കിയായിരുന്നു, ട്രൈ ചെയ്തായിരുന്നില്ലേ? സൗണ്ട് സിസ്റ്റം ക്വാളിറ്റിയാണ്. എല്ലാവരും ഈ ഫീച്ചർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. അതായത് നമ്മുടെ BS6 ബാറ്റ്മാൻ എഡിഷൻ ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. വണ്ടിയുടെ അകത്ത് ആരുമില്ല, ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. നമുക്കിത് പുറത്ത് നിന്നുകൊണ്ടിട്ട് ഒന്ന് റിവേഴ്സ് എടുത്ത് നോക്കിയാലോ? കണ്ട, ആരുമില്ല, ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങിയിരിക്കണേ. അത് ഇതിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് എടുക്കണമെങ്കിൽ ഫ്രണ്ട് എടുക്കാം. ഹലോ എവ്രിവൺ, ഇറ്റ്സ് മീ ലിറ്റസ് കൊച്ചിക്കാരി ചായത്തി. ലോകത്തിലെ ആദ്യത്തെ ബാറ്റ്മാൻ ഇൻസ്പയർഡ് SUV കാറാണ് കേട്ടോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി മേലൂരാണ്, നമ്മുടെ റിവർ ഗ്രീൻ റിസോർട്ടിലാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള അതുൽ ചേട്ടൻ റിസോർട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. പുള്ളി റീസെൻ്റ്ലി ഇതേ ഈ കാണുന്ന മഹീന്ദ്രയുടെ BS6 ബാറ്റ്മാൻ എഡിഷൻ കാറായിട്ടുള്ള ഈ വണ്ടി ഡെലിവറി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊച്ചിക്കാർ നമ്മളിങ്ങനെ ഒരു വണ്ടി എടുക്കാനായിട്ട് പോകുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി ഡെലിവറി കിട്ടിക്കഴിയുമ്പോൾ തന്നെ എന്നോട് പറയണം എന്നുള്ള കാര്യം. അപ്പോൾ അതേ വണ്ടി കയ്യിൽ കിട്ടി, പുള്ളി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തതേ മിനിഞ്ഞാന്നാണ് വണ്ടി ഡെലിവറി എടുത്തത്. നമ്മളപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി കാണാനും ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് ചാലക്കുടി വരെ വന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ സ്പെഷ്യൽ എഡിഷൻ ആയിട്ടുള്ള BS6 ബാറ്റ്മാൻ എഡിഷൻ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി എന്തൊരു രസമാണല്ലേ കാണാനായിട്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ BS6ൻ്റെ ആ ഒരു ഓറഞ്ചും പിന്നെ ഒരു സിൽവർ കളേഴ്സൊക്കെ ഉണ്ടല്ലോ. ഞാൻ BS6 എന്ന് പറഞ്ഞാൽ EV കാസ് ഞാൻ അങ്ങനെ പൊതുവെ അങ്ങനെ ഓടിക്കാറില്ല, ട്രൈ ചെയ്യാറില്ല, വളരെ കുറവാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഇത് ഈ ഒരു കാറിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. കുറേ പേര് BS6 യൂസ് ചെയ്യുന്നവരുണ്ടാകും. എന്നാൽ പോലും ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറയും. ഇതിപ്പോൾ ഒരു ബാറ്റ്മാൻ എഡിഷൻ ആയതുകൊണ്ടിട്ട് തന്നെ ബാറ്റ്മാൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാർണർ ബ്രോസ് ഡിസ്കവറിയും അതുപോലെ തന്നെ മഹീന്ദ്രയും കൂടെ ഒരുമിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു വണ്ടി കൂടിയിട്ടാണ്. നമ്മുടെ പാക്ക് 3-ലൊക്കെ വന്നിരിക്കുന്ന സെയിം ആ ഒരു ടെക്നിക്സ് തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വന്നിരിക്കുന്നത്. പവർ മോട്ടറും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ആകെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ്മാൻ എഡിഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കാം നമുക്ക്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാറ്റ്മാൻ ആണെന്നുള്ള കാര്യം. ബാറ്റ്മാൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആർക്കിത് എന്തിനാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയണമെന്നുള്ളത്. കുറേ പേർക്ക് ബാറ്റ്മാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും, അത്തരത്തിലുള്ള ആളുകളായിരിക്കും കൂടുതലും ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. നിലവിൽ ഈ ഒരു വണ്ടി ഇറക്കാൻ ആയിട്ട് പോകുന്ന സമയത്ത് അവർ ഡിസൈഡ് ചെയ്തപ്പോൾ ആകെ 300 യൂണിറ്റ് മാത്രമേ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതിന് ഭയങ്കര ഡിമാൻഡാണെന്ന് പറഞ്ഞത്. ആ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും മഹീന്ദ്ര ഏകദേശം 999 യൂണിറ്റ്സും കൂടെ ഇപ്പം നിലവിൽ ഇറക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇത് നോക്കിക്കേ, സൈഡിലേക്ക് നോക്കിക്കേ, നിങ്ങൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ബാറ്റ്മാൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ലോഗോ ഉണ്ട്. നമ്മളുടെ BS6ൻ്റെ നേരത്തെ ഒരു പാക്ക് 3 ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പാക്ക് 3ക്ക് മുമ്പുള്ള ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19 ഇഞ്ചസിൻ്റെ അലോയ്സാണ് വരുന്നത്. ഇതിന് വരുന്നത് 20 ഇഞ്ചസിൻ്റെ അലോയ്സാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ബാറ്റ്മാൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, കണ്ട ലോഗോ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള അലോയ്സുമാണ് കേട്ടോ വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബാറ്റ്മാൻ്റെ ലോഗോ ഈ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റ് ഗോൾഡ് കളറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താ പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ, പിന്നെ ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും, ഈ പറഞ്ഞ പോലെ തന്നെ BS6 എല്ലാവരും ഓടിച്ചിട്ടുണ്ടാവും, ഓടിക്കാത്തവരുണ്ടാകും. നമുക്ക് എന്തായാലും ഇൻറ്റീരിയറും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റിക്കർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതെ ഇവിടെയായിട്ട്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇത് ആരെങ്കിലും പുറത്തു കൊണ്ട് ചെയ്യിപ്പിച്ചതാണോന്ന്. ഇല്ല, ഇത് ഓൾറെഡി ഇൻബിൽട്ടായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇൻറ്റീരിയറും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ, ഓടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ BS6 ബാറ്റ്മാൻ എഡിഷൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സീറ്റിലൊക്കെ ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇവിടെയായിട്ട് ബാറ്റ്മാൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് നോക്കിക്കേ,
ഇവിടെ ബാറ്റ്മാൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, B6 എന്ന് എഴുതിയിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ ഇതൊക്കെ ഒരു ഗോൾഡൻ കളറിലാണ് ത്രെഡ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഓൾ അബൌട്ട് നമ്മളിപ്പോൾ ഈ ഒരു ബാറ്റ്മാൻ എഡീഷൻ ആയതുകൊണ്ടിട്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ ബാറ്റ്മാൻ്റെ ലോഗോയും സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇൻറ്റീരിയറിലൊക്കെ ഒന്ന് കയറി ഇരിക്കട്ടെ. സീറ്റിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും സീറ്റൊക്കെ താനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും. ഇപ്പോൾ ഡോർ അടച്ചിട്ടേക്കുന്നുണ്ട് കേട്ടോ, സോറി ഡോർ ഓപ്പൺ ചെയ്തിട്ടേക്കുന്നുണ്ടിട്ടാണ്. കാണിച്ചു തരാം, അപ്പുറത്തേർക്കും. സീറ്റ് ആക്ച്വലി ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയിട്ടാണ്, അത് എടുക്കാൻ പറ്റില്ല നമുക്ക്, അത് വേറെ കാര്യം. ഒന്നും കൂടെ എടുക്കാൻ വേണമെങ്കിൽ കണ്ട, ഞാൻ ഡോർ തുറക്കുമ്പോഴത്തേക്കും അഡ്ജസ്റ്റ് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ആവും, ഡോർ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഓക്കെ യെസ് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇത് അഡ്ജസ്റ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ സൈഡിലായിട്ട് നമുക്ക് വേറെ നമ്മൾ നോർമലി കാസിൽ വരുന്ന പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്വിച്ച് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ കാല് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുന്നുണ്ട് ഇവിടെയായിട്ട്, അതുകൊണ്ട് ഡോറ് തുറന്നുകൊണ്ടിട്ട് ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിലേക്ക് വന്നു കേട്ടോ. അത് ഇവിടെയായിട്ട് നമുക്ക് സ്വിച്ച് ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതാണ് കേട്ടോ. ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോഴത്തേക്കും മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക്മാൻ എന്നാണ് എൻ്റെ വായിൽ വരുന്നത്. ബാറ്റ്മാൻ്റെ ഒരുപാട് ലോഗോസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ട. പിന്നെ നമ്മളിരിക്കുന്ന ഈ ഒരു സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഗോൾഡൻ ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നോർമലി നമ്മളുടെ പനോരമിക്സ് സൺറൂഫ് വരുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഈ സൺറൂഫിലായിട്ട് നമുക്ക് ബാറ്റ്മാൻ്റെ ലോഗോ വരുന്നുണ്ട് കേട്ടോ. അതെ അങ്ങറ്റത്ത് കണ്ടോ, കാണാൻ പറ്റുമോന്ന് എനിക്കറിയില്ല, ക്ലിയർ അല്ലേ? യെസ്, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എനിക്ക് ഫ്രണ്ട് സീറ്റാണ് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയത്. കുറച്ച് നല്ല സ്പേസ് ഉണ്ട്. ബാക്കിൽ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബാക്കിൽ ഇരിക്കുന്നവർക്ക് കംഫർട്ടബിൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ പോലും B6 യൂസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം ബാക്കിൽ ഇരിക്കുന്നവർക്ക് എത്രത്തോളം കംഫർട്ടബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് പോർഷനാണ്. മേ ബി ഞാൻ കൂടുതലും വണ്ടി ഓടിക്കുന്നത് കൊണ്ടിട്ടായിരിക്കാം എനിക്ക് ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ അതുൽ ചേട്ടനോട് മെയിനായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്പേസ് ഇവിടെ അവർ ഒഴിച്ചിട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ഡൈക്കാസ്റ്റേഴ്സ് നിരത്തി വെച്ചോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ വെച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതുൽ ചേട്ടൻ ബാക്കിൽ നിന്ന് ചിരിക്കുന്നു, ദേവി ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ഇതൊക്കെയുള്ളൂ. എനിക്കിപ്പോൾ ഞാൻ ഇതെൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ല, അതാണ് സംഭവം. നമ്മൾ ജസ്റ്റ് ഒന്ന് വാക്ക് അറൗണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ 79 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഏകദേശം 682 കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല 0 to 100 ആകാനായിട്ട് 6.7 സെക്കൻഡ്സ് മാത്രമേ ആകുന്നുള്ളൂ. ഞാൻ നന്നായിട്ടൊന്ന് കാല് കൊടുത്ത് നോക്കിയായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഉള്ളു റോഡ് ആയതുകൊണ്ടിട്ട് മാക്സിമം ഒരു 60 വരെ എനിക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറമാൻ 100 എത്തിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കാല് കൊടുത്തായിരുന്നു. പിന്നെ നമുക്ക് എക്സോസ്റ്റിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അത് 2-3 ഓപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഇനി ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, വാ. വേറെ ആരും അല്ല, നമ്മളുടെ റിവർ ഗ്രീൻ റിസോർട്ടിൻ്റെ ഓണറായിട്ടുള്ള അതുൽ ചേട്ടനാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുൽ ചേട്ടൻ്റെ വണ്ടിയാണ് ഇതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അതുൽ ചേട്ടാ, അതുൽ ചേട്ടൻ എന്ന് വിളിക്കാൻ പറ്റില്ല, നമ്മളിവിടെ അമ്പൂസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അമ്പൂസ് ചേട്ടാന്ന് വിളിക്കുക. അപ്പോൾ അമ്പൂസ് ചേട്ടാ, നമ്മൾ ഈ വണ്ടി എടുക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം പറ. കുറെ നാളായി ഇപ്പൊ ഇലക്ട്രിക് വണ്ടി എടുക്കണമെന്ന് വിചാരിക്കണേ. അപ്പൊ ഈ B6 ഇറങ്ങിയപ്പോ B6ന്റെ ലുക്കും ഇതും കണ്ട് ഇഷ്ടമായി. അപ്പൊ B6 എടുക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവര് പറഞ്ഞ ഒരു സ്പെഷ്യൽ എഡിഷൻ വരുന്നുണ്ടെന്നുള്ള ബാറ്റ്മാൻ എന്ന് പറഞ്ഞ എഡിഷൻ വരണ്ടേ. അത് ആദ്യം 300 യൂണിറ്റ് ഇറങ്ങണുള്ളൂ. അത് അപ്പൊ കിട്ടാൻ ചാൻസ് കുറവാന്ന് പറഞ്ഞു.
അപ്പൊ പിന്നെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ 999 യൂണിറ്റ്സ് ആക്കിയിട്ടുണ്ട്, ആ. നമുക്ക് ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ പറഞ്ഞു എന്നാ എന്തായാലും അത് തന്നെ ബുക്ക് അന്ന് ചെയ്യാൻ ഓക്കെ ഒരെണ്ണം ബുക്ക് ചെയ്തോട്ടെ അങ്ങനെ അപ്പൊ എടുത്താ പറഞ്ഞു. അപ്പൊ എന്നാലും കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇന്ത്യയിലാകെ ഇത്രയല്ലേ ഇറങ്ങുള്ളൂ. ഓക്കെ. 135 സെക്കൻഡിൽ എന്റെ ബുക്കിംഗ് ബുക്കിംഗ് ഫില്ലായി. കംപ്ലീറ്റ്. അപ്പൊ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ഷോറൂമിൽ നിന്ന് ലാസ്റ്റ് വിളിച്ച് പറഞ്ഞു, ഒരു 10 days കഴിഞ്ഞപ്പോ പറഞ്ഞു സെറ്റ് ആയിട്ടുണ്ട്. അത് കേട്ടപ്പോ എന്താ ശരിക്കും തോന്നിയത്? സന്തോഷം സന്തോഷം തോന്നി. തോന്നി. ഇത് ആക്ച്വലി പിന്നെ ഈ വണ്ടി ക്യാൻസലേഷൻ ഇല്ല. 1,00,000 രൂപയായിരുന്നു എന്റെ ബുക്കിംഗ്. അത് ക്യാൻസലേഷൻ പറ്റില്ല. അപ്പൊ ഓക്കെ. നമ്മ പറയുന്ന നമ്പർ ഇതിന്റെ അവിടെ ഉള്ളിൽ പഞ്ച് ചെയ്താണ് വരുന്നത്. അതുകാരണം വേറെ ക്യാൻസലേഷൻ ഇല്ലാന്ന് പറഞ്ഞു. നമ്മ 999 ആണ് ലാസ്റ്റ് പറഞ്ഞത്. ആ നമ്പർ തന്നെ അതിന്റെ ഉള്ളിൽ പഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇത് ശരിക്കും ബുക്കിംഗ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ആഗസ്റ്റ് 23 ആ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയായിരുന്നോ? ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചു വരണുള്ളൂ. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്നെക്കാളും കൂടുതൽ പരിചിതമായിട്ടുള്ളത് എന്റെ വൈഫിന് എല്ലാ ഫീച്ചേഴ്സും പഠിച്ചു. അവൾക്ക് അറിയാം. അവള് ബുക്ക് ചെയ്തപ്പോ തൊട്ട് ഇങ്ങനെ ഓരോ ഫീച്ചേഴ്സ് കണ്ട് അവള് ഇപ്പൊ എല്ലാം ചെയ്യൂലേ. ഓട്ടോ പാർക്കിംഗ്, പിന്നെ ഈ റിമോട്ടിൽ തന്നെ നമുക്ക് വണ്ടി ഫ്രണ്ടും ബാക്കും എടുക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സ്. പിന്നെ ഇതില് സൗണ്ട് ഒക്കെ ഇട്ട് വണ്ടി ഓടിക്കാം. ബാറ്റ്മാന്റെ സൗണ്ട് ഉണ്ട്. നമുക്ക് ഒരു എക്സോസ്റ്റ് ചെയ്യുന്ന സൗണ്ട് വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയിടാം. എന്നിട്ട് എവിടെയാണ് വണ്ടി എടുത്തിട്ട് ഇപ്പൊ എനിക്കൊന്ന് 2 ദിവസമായി അല്ലേ? 2 ദിവസം എവിടെയെങ്കിലും പോയായിരുന്നോ? ഇല്ല, നമ്മൾ ഇന്ന് വണ്ടിയുടെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും ഒരു അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് ലോങ് ഡ്രൈവ് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് മീറ്ററിൽ നോക്കിയപ്പോഴത്തേക്കും ഏകദേശം 287 ചാർജ് ചെയ്തിട്ടില്ല. വണ്ടി എടുക്കുമ്പോ 80% ചാർജ്. ഇപ്പൊ ഏകദേശം 60-65 ഒരു 150 കിലോമീറ്റർ ഏകദേശം ഇപ്പൊ ഓടിയിട്ടുണ്ടല്ലേ. ഓക്കെ. അവര് പറഞ്ഞ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. കാരണം ബ്രേക്ക് അപ്ലൈ ചെയ്ത് പതുക്കെ ഓടിക്കുമ്പോ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഒരു 0 to 100 നോക്കിയായിരുന്നോ? 0 to 100 എന്തായാലും ഒരു 7 സെക്കൻഡ് 6.5 അല്ല ഓടിച്ചു നോക്കിയായിരുന്നോ? ഓടിച്ചു നോക്കിയാണ്. അത് വണ്ടി എടുത്തപ്പോ ഞാൻ ആദ്യം അതാണ് ട്രൈ ചെയ്തേന്നുള്ളത്. ട്രൈ ചെയ്തു വണ്ടി എടുത്തപ്പോ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വണ്ടികളുടെ വിശേഷത്തിന്റെ കൂടെ തന്നെ നമ്മളുടെ അമ്പുസേട്ടന്റെ റിസോർട്ടും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. എത്ര നാളായി നമ്മൾ ഈ ഒരു റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്? 5 വർഷമായി അല്ലേ? ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും ഈ പറഞ്ഞ പോലെ ഫാമിലി ഫ്രണ്ട്സ് കപ്പിൾസിനൊക്കെ സ്റ്റേക്കേഷനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. നല്ല അടിപൊളി ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ. നല്ല റൂം ആണെന്നുണ്ടെങ്കിലും സ്റ്റേക്ക് പറ്റിയ നല്ല എന്താ പറയാ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സ്പേസ് വരെ നമുക്ക് ഇവിടെ ഉണ്ട്. അതെ അതെ. അതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. പൂളും ഒക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു റിസോർട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റിവറിന്റെ അടുത്തായിട്ടാണ്. അതുകൊണ്ടിട്ടാണ് തോന്നുന്നു റിവർ ഇട്ടതല്ലേ? ഓക്കെ ഓക്കെ. എവിടെന്ന്? അങ്ങ് അവിടെ നിന്നോ? ഓക്കെ ഓക്കെ. ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്കോ ഫ്രണ്ട്ലി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫുള്ള് ജാതിമരം ഇല്ലേ, അതുകൊണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഇവിടെ നിറഞ്ഞു നിൽക്കണാണ്. ഈ ജാതി ഇങ്ങനെ പൂത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല മണമായിരിക്കും ജാതിക്കേട ഇല്ലേ? അതുൽ ചേട്ടൻ ആലോചിക്കണം ഇവളിങ്ങനെ വാദവരാതെ സംസാരിക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയാ പറയണെന്നുള്ള. എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ച് ശീലമുള്ളത് കൊണ്ടിട്ട് പിന്നെ കുഴപ്പമില്ല, അങ്ങനെ സംസാരിക്കല്ലോ അതുകൊണ്ടാണ്. ഇല്ല, ഇത് എനിക്ക് തോന്നുന്നു ഡെലിവറിയുടെ അന്നാണല്ലേ കിട്ടിയ. ഇത് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ നമുക്ക് ഇതിനു മുമ്പുള്ള BS6 പഴയ ഇതില്ലേ, ഇത് അതെടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. നമുക്കിതൊരു യൂണിക് വണ്ടി ആവുന്ന വിചാരിച്ചു തന്നെ എടുത്തത്. ചാലക്കുടിയിൽ തന്നെ നമുക്ക് മാത്രം ഇത് എത്ര രൂപയായിരുന്നു പ്രൈസ്? ഏകദേശം 33 ആ ഒരു റേഞ്ച് ആയിരുന്നു. ഓക്കെ ഓക്കെ. നമുക്ക് ഏകദേശം 27 lakhs ഒക്കെയാണ് വരുന്നത്. പിന്നെ നമുക്കറിയാലോ ഇവിടെ GST ടാക്സ് ഒക്കെ അടച്ചു വരുമ്പോൾ ആ ഒരു റേഞ്ച് എന്തായാലും വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു അടിപൊളിയായിട്ടുള്ള റിസോർട്ട്. കയറി വരുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, ഫുള്ള് ജാതിയുടെ തോട്ടമാണ് ഇവിടെ. ഇത് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമായത് കൊണ്ടിട്ട് തന്നെ നമുക്ക് പോവാം ഇങ്ങോട്ടല്ലേ. ഈ റൂട്ട് നമുക്ക് അതിരപ്പള്ളിക്ക് പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ചാലക്കുടി. ഓക്കെ ഓക്കെ. ഇതാണ് റിസോർട്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഭയങ്കര ഒരു ഉള്ളിൽ ആയതുകൊണ്ടിട്ട് തന്നെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസും കൂടെയാണ്. നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാകും. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതിന്റെ പവർ തന്നെയാണ്. ഇഷ്ടപ്പെട്ട. പിന്നെ സൗണ്ട് സിസ്റ്റം ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ AR റഹ്മാൻ ചെയ്തിരിക്കുന്നതാണല്ലോ. അത് നോക്കിയായിരുന്നു, ട്രൈ ചെയ്തായിരുന്നില്ലേ? സൗണ്ട് സിസ്റ്റം പക്ക ക്വാളിറ്റി ആണ്. നമ്മൊരു തിയേറ്റർ എഫക്റ്റ് ആണ്.
നമ്മൾ പിന്നെ സത്യത്തിൽ ഔട്ട്സൈഡിലെ സൗണ്ട് ഒന്നും ഉള്ളിലേക്ക് കേറില്ല. ഓക്കെ ഓക്കെ. ആക്ച്വലി നമ്മൾ ഈ EV വണ്ടി ഞാൻ പൊതുവെ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ഓടിക്കാറില്ല, കുറവാണ്. അതുകൊണ്ടിട്ട് തന്നെ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് കൂടുതലും ഈ പറഞ്ഞ പെട്രോൾ വണ്ടികളാണ് നമ്മൾ കൂടുതലും ഓടിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ അറിയാതെ ചിലപ്പോൾ EV ഇഷ്ടപ്പെട്ട് പോകാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാസും നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. ഇവിടെ എന്താ സംഭവം? ഇവിടെ നമ്മ ഓപ്പൺ ഒരു ലോൺ ഏരിയ സെറ്റപ്പ് ആണ്. ഇപ്പൊ മഴയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് ഇട്ടേക്കണേ. അല്ലെങ്കിൽ രാത്രി നൈറ്റ് ബർത്ത്ഡേ ഫംഗ്ഷൻസ്, ഈ മറ്റേ എൻഗേജ്മെന്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. ഓക്കേ. ഇപ്പൊ ഈ പന്തലുള്ള കാരണമാണ് ഒരു ചെറിയൊരു അപാകത പോലെ, അല്ലെങ്കിൽ നല്ല രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട്. ഇപ്പൊ മഴ കാരണം നമ്മ ഒരു ഇവിടെ ആക്ച്വലി എത്ര റൂംസ് ആ ഉള്ളത്? നമുക്കിവിടെ 5 റൂം. 5. ഓക്കേ. ഇതൊരു ഇത് 2 റൂം, ഇതിന്റെ മേലെ താഴെ. ഇതൊരു എ ഷേപ്പ് എ ഫ്രെയിം വീടാണ് കേട്ടോ. ഇത് പിന്നെ ബാച്ചിലേഴ്സിന് ഒരു 7-8-10 പേർക്ക് ഇതിലേക്ക് എടുക്കാൻ ഡോർമെട്രി ആണ്. പിന്നെ ഇതിന്റെ മേളില് റൂം, പിന്നെ അപ്പുറത്തൊരു ഡോം ഹോം, സ്വിമ്മിംഗ് പൂള്. അറ്റത്തെ റൂമില് അവർക്ക് പ്രൈവസി ആയിട്ട് വേറൊരു സ്വിമ്മിംഗ് പൂൾ, പ്രൈവറ്റ് പൂൾ ഉണ്ട്. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പൂളല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ ഒരു ആംബിയൻസ് കണ്ടില്ലേ നിങ്ങൾ? നോക്കിക്കേ, ഇവിടെ നോക്കുമ്പോൾ തന്നെ അവിടെ എന്താ പറയുക റിവർ സൈഡാണ്. അതുകൂടാതെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മലയൊക്കെ കാണാൻ പറ്റും. പിന്നെ അതേയില്ല അവിടെ പോത്ത്. ഓൾറെഡി അതിരപ്പള്ളിക്ക് ഇവിടെ നിന്ന് ഒരു ക്രോസ് പാലം വരണ്ട്, സാങ്ഷൻ ആയി കിടക്കുന്നുണ്ട്. ആണോ? അത് പിന്നെ അതിരപ്പള്ളിക്ക് പോകാൻ വളരെ എളുപ്പമാണ്. അമ്പോ അത് കൊള്ളാം സത്യം. അതുപോലെ ഈ ഒരു കുഞ്ഞു വീട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മളിവിടെ വന്ന് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഇവിടെയാണ് ഇരുന്നത്. ഈ കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഒരു പാടി ഒന്ന് സെറ്റ് ചെയ്താണ്. ഓക്കെ ഓക്കെ. പക്ഷെ സംഭവം കൊള്ളാട്ടാ. ചിലർക്ക് ഇങ്ങനത്തെ സെറ്റപ്പ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഓല മേഞ്ഞ വീട് എന്നൊക്കെ പറയില്ലേ, അത്. നല്ല തണുപ്പും ഉണ്ടാവും, നല്ല രസമായിരിക്കും മരങ്ങളായതുകൊണ്ടിട്ട്. അപ്പൊ ഈ ഡോം ഹോമിന്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മൾക്ക് ഈ ഒരു പ്രൈവറ്റ് പൂള് വരുന്നത് കേട്ടോ. ഇത് കാണിച്ചു തരാം, ഡോം ഹോം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഡോം ഹോം, കണ്ടോ? ഓ രസല്ലേ. ഞാൻ ഇതിന്റെ വീഡിയോസ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. കപ്പിൾസ് ആയിട്ടൊക്കെ വരുന്നവർക്ക് ഇവിടെ താമസിക്കാം. ഈ കർട്ടൻസ് മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, കാണിച്ചു തരാം അത് ഞാൻ നിങ്ങൾക്ക്. കണ്ട, ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ലൊരു വ്യൂ കിട്ടും. കണ്ട, അതെ വീഡിയോസും എടുക്കാം, നല്ല ആംബിയൻസും ആണ് ഇവിടെ. അടിപൊളിയല്ലേ? പുറത്ത് കാണിച്ചു തരാം, വാ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടെ കപ്പിൾസ് ആയിട്ടൊക്കെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം. അവിടെ ഇരുന്ന് ഫോട്ടോസ് എടുക്കാണ്ടില്ല, നല്ല ആംബിയൻസ് ഉണ്ട്. റിവർ സൈഡും കൂടെ ആയതുകൊണ്ടിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എല്ലാവരും ഈ ഫീച്ചർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. അതായത് നമ്മുടെ BS6 ബാറ്റ്മാൻ എഡിഷൻ ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. വണ്ടിയുടെ അകത്ത് ആരുമില്ല, ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. നമുക്കിത് പുറത്ത് നിന്നുകൊണ്ടിട്ട് ഒന്ന് റിവേഴ്സ് എടുത്ത് നോക്കിയാലോ? കണ്ട, ആരുമില്ല, ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങിയിരിക്കണേ. അത് ഇതിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് എടുക്കണമെങ്കിൽ ഫ്രണ്ട് എടുക്കാം. വരൂ, ആബ്രക്കാൻഡാബ്ര. ഇനിയിപ്പോ ഇത് ചെയ്തിട്ട് വീണ്ടും എടുക്കേണ്ടി വരും. നമ്മളിത് പഠിച്ചു വരുന്നുള്ളൂ. യെസ്, ഞങ്ങളിത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. ബട്ട് സ്വന്തം വട്ടിയിൽ ട്രൈ ചെയ്യാനായിട്ടുള്ള ഭാഗ്യം
കിട്ടിയില്ലേ? ഇനി എടുക്കണോ? അല്ലല്ല അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ വരില്ലല്ലോ. നമുക്കിതിൽ പങ്കില്ല, നമുക്ക് നോക്കിയേക്കാം. ഓണായില്ലേ? ചേച്ചീനെ വിളിച്ചോണ്ട് വന്നാലോ നമുക്ക്? വരണ്ട്. ആരത് യക്ഷിയുണ്ടോ, ചാത്തനുണ്ടോ? ഓട്ടോമാറ്റിക്കലി നിക്കും വണ്ടി. എനിക്ക് തോന്നുന്നു ആ സെൻസറിന്റെ ഇതുകൊണ്ടാ. ഇതാണ് വണ്ടിയുടെ സെറ്റപ്പ്. ഇനി സൗണ്ടിന്റെ സെറ്റപ്പ് നോക്കാം. അത് കാണിച്ചു തരാം. പിന്നെ രാത്രിയാകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമുക്ക് ഈ ഡോർ ഹാൻഡിൽ ഇവിടെ ആയിട്ട് ബാറ്റ്മാൻ്റെ ഒരു ലോഗോ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ഡ്രൈവ് മോഡ്സ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ അതിൽ നമുക്ക് ഈ എക്സോസ്റ്റിന്റെ സൗണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതിലൊന്നാണ് ബാറ്റ്മാൻ, റേസ്, റേഞ്ച്, എവരിഡേ, ടെക്നോ സിന്ത്, അങ്ങനെ ഒരു അഞ്ചല്ലേ? യെസ്, ഇന്റീരിയറിൽ നമുക്ക് സൗണ്ട് ഇടണമെങ്കിൽ ഇടാം, എക്സ്റ്റീരിയർ ഇടാം. എക്സ്റ്റീരിയർ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊരു എഫക്ട് വരും. ഇത് പുറത്തിരിക്കുന്നവർക്ക് കേൾക്കാൻ പറ്റും. അതാണ് എക്സ്റ്റീരിയർ. ഇന്റീരിയറിലേക്ക് ആക്കുമ്പോ അകത്തുള്ളവർക്ക് മാത്രം. പുറത്ത് വേണമെങ്കിൽ ഇറങ്ങി ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നോക്കിയ ഒരു എന്നുള്ളൊരു ശബ്ദമില്ലേ? ഉണ്ടോ? എക്സോസ്റ്റ് ഇല്ല. എല്ലായിടത്തും ഈ ഒരു ബാറ്റ്മാന്റെ ലോഗോ ഉണ്ട്. ഇത് കണ്ടോ? ഇവിടെ ബാറ്റ്മാന്റെ ലോഗോ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, വണ്ടിയുടെ ഗ്ലാസ്സിലൊക്കെ ബാറ്റ്മാന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും എല്ലാ സൈഡിലും കൊടുത്തിട്ടുണ്ട്. എന്റെ ബാക്ക് കാണാൻ അതേപോലെ തന്നെ നല്ല ഭംഗിയാണ്. നല്ല രസമല്ലേ കാണാൻ? പലരും പറയും ഉറൂസ് പോലെയാണെന്നുള്ളത്. ഇതില്ലേ നമ്മള് രാത്രിയില്ലേ, ആ ഒരു ടൈമില് നല്ല ഭംഗിയായിരിക്കും. രാത്രി പോകുമ്പോ സത്യം പറഞ്ഞാൽ വണ്ടി കാണുന്ന സംശയമാണ്, ഇരുട്ടായതുകൊണ്ട്. പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. അൺലിമിറ്റഡ് ഇന്ത്യ. അതെ, എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഒരു ഡിമാൻഡ് ഈ കാറിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി ഒരു യൂണിറ്റ്സ് അത്രയും കുറച്ചത്. അതാ. വേറെ ഏതൊക്കെ വണ്ടികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? വണ്ടികളെല്ലാം കുറെ ഉപയോഗിച്ചിട്ടുണ്ട്. വീട്ടിൽ കിടക്കുന്ന വണ്ടികൾ പറഞ്ഞു കൊടുക്കും. വേണ്ടത് ഞങ്ങക്ക് അങ്ങനെ അധിക പ്രശസ്തി ഞങ്ങക്ക് ഇഷ്ടമല്ല. ഞങ്ങളൊരു സാധാ അതേ മതി. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മഹീന്ദ്രയുടെ BS6 ബാറ്റ്മാൻ എഡിഷൻ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും, BS6 ഇറങ്ങിയ സമയത്തുള്ള 3 ഇതിൽ വരുന്നുണ്ട്. പാക്ക് 1, പാക്ക് 2, പാക്ക് 3 എന്ന് പറഞ്ഞിട്ടുള്ള 3 ഇതിൽ വരുന്നുണ്ട്. അത് കൂടാതെ ഇപ്പം നമുക്ക് റീസെൻ്റ്ലി മഹീന്ദ്ര ഇപ്പോൾ ഇറക്കിയേക്കുന്നതാണ് ഈ കാണുന്ന സ്പെഷ്യൽ എഡിഷൻ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ. 0 to 100 എത്താനായിട്ട് ജസ്റ്റ് 6 സെക്കൻഡ്സ് മാത്രം മതി കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാല് കൊടുത്തു കഴിഞ്ഞിട്ടല്ലേ വണ്ടി പറക്കണേണ്.
അപ്പൊ ഗൈസ് നമ്മള് വണ്ടിയൊക്കെ ഓടിച്ച് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും നമ്മളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ചെറുതായിട്ട് മാത്രമാണ് നമ്മൾ BS6 പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെയാണ് നമ്മുടെ അതുൽ ചേട്ടന്റെ റിവർ ഗ്രീൻ റിസോർട്ട് നമ്മൾ പരിചയപ്പെടുത്തിയത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ സ്റ്റേക്കേഷൻ എന്തെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു റിസോർട്ടാണ്. താല്പര്യമുള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യുക. എന്നോട് പറയണം കേട്ടോ, വന്നോ ഇല്ലേ എന്നുള്ളത് എന്നിട്ട് മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. പിന്നെ നമ്മുടെ BS6 ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ.